ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന്. പക്ഷേ ചിലർക്കൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടാവും, എന്തൊക്കെ പർപ്പസിനാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. അത്തരത്തിൽ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, സൺസ്ക്രീൻ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചിന്തിക്കുക, നല്ല രീതിക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട്, അതായത് ഫൈൻ ലൈൻസും റിങ്കിൾസും അതായത് ആൻറ്റി ഏജിനിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി ബ്യൂട്ടി റിലേറ്റഡിന് വേണ്ടി മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടാൻ പോകാൻ വേണ്ടിയിട്ട്, അതായത് ടാനിങ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ആൻറ്റി ഏജിനിങ് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൺസ്ക്രീൻ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, UV ആൻഡ് UVB റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു സൺസ്ക്രീനിൻ്റെ പുറമേ കാണുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ UV ആൻഡ് UVB റേസ് എന്ന് പറയുന്നത്? അത്ര നല്ലതാണോ? അതായത് നമ്മുടെ സണ്ണിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു UVA റേസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷൻ പ്രോപ്പർ വേയിൽ നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ പോയാൽ അതുകൊണ്ടിട്ടുണ്ടാകുന്നതാണ് ഈ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലസ്മ. അല്ലെങ്കിൽ നമുക്ക് UV റേസ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ടാനിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കിൻ ക്യാൻസർ പോലും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ജസ്റ്റ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ പിഗ്മെൻറ്റേഷനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ സ്കിന്നിൽ നമുക്ക് അണീവൻ ആയിട്ടുള്ള ടോണൊക്കെ മാറിയിട്ട് നല്ല രീതിക്ക് ഒരു ഗ്ലോയും അതോടൊപ്പം തന്നെ റേഡിയൻസും ബ്രൈറ്റ്നെസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അത് കാരണമാണ് വിശ്വസിക്കുന്നത് ചിലർ എന്താ പറയുക, ബ്യൂട്ടി റിലേറ്റഡ് ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ്, കുറേ ആൾക്കാർ ഈ ഒരു തെറ്റായിരിക്കും ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. അതായത് കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് മാത്രം എടുക്കുക. നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്താൽ നമുക്ക് ആ ഒരു സൺസ്ക്രീനിൻ്റെ എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടിയെന്ന് വരില്ല. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം ഒന്നല്ലെങ്കിൽ നല്ല രീതിക്ക് 2 ഫിംഗർ റൂൾ അപ്ലൈ ചെയ്യാം. ഈ ഒരു രീതിക്ക് 2 വിരലിലും നമ്മൾ നന്നായിട്ട് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എടുക്കുക. അല്ലെങ്കിൽ 3 ഫിംഗർ റൂള്, നമ്മൾ 2 ഫിംഗർ റൂള് പറഞ്ഞ പോലെ തന്നെ 3 വിരലിലും കൂടെ നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ ലൈൻ ബേസ് ആയിട്ട് നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്ന രീതി. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ ഫേസിൽ മാത്രമല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ നെക്കും കൈകളും കഴുത്തിൻ്റെ ഇതും അതോടൊപ്പം തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാല്, അതായത് നമുക്കറിയാലോ നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പം ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു തെറ്റെന്ന് വെച്ചാൽ, രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ത്രൂ ഔട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഉള്ള അപ്ലൈ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. രാവിലെ അപ്ലൈ ചെയ്താൽ ഒരു സൺസ്ക്രീനിൻ്റെ മാക്സിമം നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ വെറും എത്ര നേരത്തേക്കാണെന്ന് നോക്കുകയാണെങ്കിൽ 2 ഹവേഴ്സ് മാത്രമേ ഉള്ളൂ. ഓരോ 2 ഹവേഴ്സ് കഴിയും തോറും നിങ്ങൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എടുക്കുന്ന എമൗണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ എന്താ പറയുക, ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം ബോധേഡ് ആവേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ സൺസ്ക്രീൻ ഏത് സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ രാവിലെ നമുക്കറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മുഖം നല്ലോണം ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യും. അതിനുശേഷം പാറ്റയൊക്കെ ചെയ്തിട്ട് ടോണർ യൂസ് ചെയ്യും, പിന്നെ സിറംസ് യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്തിട്ട് കുറച്ച് നേരം ആ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിലൊന്ന് ആഴ്ന്നിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു ടൈം കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്നതിനൊരു 20 മിനിറ്റ് ബിഫോർ മുന്നേ എങ്കിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അത്രയും നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കണം. അതായത് പോകുന്നതിന് തൊട്ട് മുന്നേ 5 മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ 10 മിനിറ്റ് മുന്നെയോ ഇറങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ സൺസ്ക്രീൻ അങ്ങ് വാരിയിട്ടിട്ടല്ല പോകേണ്ടത്. അങ്ങനെ ഇട്ടാൽ നമുക്ക് ആ ഒരു സൺസ്ക്രീനിൻ്റെ പ്രോപ്പർ എന്താ പറയുക ബെനിഫിറ്റ് കിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഇട്ടിട്ട് നമ്മുടെ സ്കിന്നിലായിട്ട് ആഴ്ന്നിറങ്ങി നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമല്ലോ. ഉടനെ തന്നെ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. ഇട്ട് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിൽ ലീവ് ചെയ്യണം. ചിലർ പറയാനുണ്ട്, ചില സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുമ്പം
ഉള്ള കളറിനെക്കാട്ടിലും ഡാർക്കറായിട്ട് ഫീൽ ചെയ്യാറുണ്ടെന്ന്. അത് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടിട്ടാണ് ചിലർക്ക് അങ്ങനത്തെ എന്താ പറയുക റിസൾട്ട് ചെയ്യുന്നത്, ഡാർക്ക്നെസ് ഒക്കെ റിസൾട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പം എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത, പിന്നെ സ്റ്റിക്കി അല്ലാത്ത, അവനവൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം SPF, അതായത് SPF 30, 26, 25, അതോടൊപ്പം തന്നെ 50 എബോവ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഈ SPF 30 എന്നൊന്നും പറയുന്നത് നമ്മുടെ സ്കിന്നിന് മതിയാവില്ല കേട്ടോ. എപ്പോഴും നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് ഈ SPF എന്ന് പറയുന്നത്. ആ ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 50 എങ്കിലും വേണം. 50+ ആയിക്കൊണ്ട് പ്രോബ്ലം ഇല്ല, പക്ഷേ 50 ആയിരിക്കണം, 50ൽ കുറയാൻ പാടില്ല. ഇനി ചിലർക്കൊരു ധാരണയുണ്ട് 30 മതിയാവില്ലെന്ന്. പുറത്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും 30 ഒന്നും കൊണ്ട് നമുക്ക് വേണ്ട ആ ഒരു പ്രൊട്ടക്ഷൻ ലെവൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻ കേസ് വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ വലിയ പ്രശ്നമില്ല, നമുക്ക് 30 ഒക്കെ യൂസ് ചെയ്താലും. പക്ഷേ പുറത്തിറങ്ങുകയാണെങ്കിൽ 50 ആൻഡ് 50 എബോവ് ആണ് എപ്പോഴും നല്ലത്. അതായത് നിങ്ങൾ എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ SPFൻ്റെ ആ ഒരു ലെവൽ നിങ്ങൾ നന്നായിട്ട് കൺസേൺ ചെയ്തിട്ടുണ്ടാവണം. 50 എങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിക്കി ഫീൽ ഒന്നും ഇല്ലാത്ത, നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ ഗ്രീസി ഇല്ലാത്ത സൺസ്ക്രീൻസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനത്തെ സൺസ്ക്രീൻസിൻ്റെ ലിസ്റ്റസ് ഞാനിവിടെ കൊടുക്കാം. ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ C നല്ലതാണ്. വിഷ് കെയറിൻ്റെ നിയാസിനമൈഡ്, അതായത് ഫ്ലൂയിഡ് സെറം, അതായത് ഫ്ലൂയിഡ് സൺസ്ക്രീൻ നല്ലതാണ്. പിന്നെ ഡെർമാക്കോടെ നല്ലതാണ്. അപ്പോൾ എൻ്റെ സ്കിൻ ഓയിലി ആണ്, എനിക്ക് പറ്റുന്ന സൺസ്ക്രീൻ ആയിരിക്കില്ല നിങ്ങൾക്ക് പറ്റുന്നത്. അപ്പോൾ അവനവൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. ഓയിലി ആൻഡ് കോമ്പിനേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് വളരെ തിക്ക് കൺസിസ്റ്റൻസി അല്ലാത്ത സൺസ്ക്രീൻസ് ആണ് നല്ലത്. പക്ഷേ നോർമൽ അതോടൊപ്പം തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് കുറച്ച് ക്രീമി ടെക്സ്ചറുള്ള സൺസ്ക്രീൻസ് ആണ് അവർ യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള രീതിക്ക് ഓവറായിട്ട് വെയിൽ കൊള്ളുമോ, അതായത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും നമ്മൾ പ്രിക്വേഷൻസ്, അതായത് ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ മാക്സിമം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈൻഡിലൊന്ന് കീപ്പ് ചെയ്യുക. ചിലർക്കൊരു കാര്യം, അതായത് റിസൾട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പ്രോപ്പർ വേയിൽ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളാണ്, പക്ഷേ എൻ്റെ ഫേസിൽ കുരുക്കളൊക്കെ വരാറുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ ഫേസിൽ ഉണ്ടല്ലോ എന്ന്. ഇത് ഞാനിപ്പം റെറ്റിനോൾ ബേസ് ആയിട്ടുള്ള നൈറ്റ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ആ ഒരു ഇതുകൊണ്ടിട്ടാണ് ഇപ്പം എനിക്ക് ഈ പിമ്പിൾസ് ഒക്കെ വന്നത്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഈ കുരുക്കൾ, അതായത് ആക്നീസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ക്ലെൻസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഈ സൺസ്ക്രീനിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ സൺസ്ക്രീൻ പൂർണ്ണമായിട്ടും പോവില്ല. നമ്മുടെ പോഴ്സിലൊക്കെ ഇത് കയറി തങ്ങി അടഞ്ഞ് ക്ലോഗ്ഡ് ആയിട്ട് ഇരുന്നിട്ടാണ് ഈ പിമ്പിൾസും ആക്നീസൊക്കെ ഉണ്ടാവുന്നത്. ഇമ്പ്യൂരിറ്റീസും, അതായത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പലതരത്തിലുള്ള ഡർട്ടി, ഇൻ കേസ് വീട്ടിൽ ഇരുന്നാൽ പോലും ഡർട്ടി ഇമ്പ്യൂരിറ്റീസൊക്കെ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഒക്കെ നമ്മൾ സ്കിന്നിൽ വന്ന് അടിയും, ഡസ്റ്റൊക്കെ. അത് കാരണമാണ് പിമ്പിൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യുക. അതായത് ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മിസലർ വാട്ടർ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ജെൻറ്റിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക. നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള ഫേസ് വാഷ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓയിലി ആണെങ്കിൽ നല്ല ക്ലെൻസേഴ്സ്, സെറ്റാഫില്ലർ, സെറാവെ, പിന്നെ സിമ്പിൾ കുഴപ്പമില്ല, ഡെർമാക്കോ കുഴപ്പമില്ല, ക്രീമി ക്ലെൻസേഴ്സ്. പിന്നെ ആക്നീസിൻ്റെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. അപ്പം ആക്നീസ് റെഡ്യൂസ് ചെയ്യാനും ഇനിയിപ്പോൾ അടുത്ത പിമ്പിൾസ് വരാതിരിക്കാനൊക്കെ സാലിസിലിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗ്രീൻ ടീ ഓയിലൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് ബെനിഫിറ്റ് കിട്ടും, അതായത് ആക്നീസിൻ്റെ ഇഷ്യൂസ് ഉള്ളവർക്ക്. അപ്പോൾ ഇങ്ങനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. മറക്കരുത്, ഡബിൾ ക്ലെൻസിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു അംശം നമ്മുടെ സ്കിന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകുള്ളൂ. അപ്പോഴാണ് നമുക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. സൺസ്ക്രീൻസ് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. അതോടൊപ്പം തന്നെ എങ്ങനെ വേണം അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, തെറ്റുകളൊന്നും വരുത്താതെ അങ്ങനെ അപ്ലൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കളയണമല്ലോ. ത്രൂ ഔട്ട് ഇത് മെഴുമെഴാന്ന് വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. മോർണിംഗ് റുട്ടീനിൽ അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് കെയർ റുട്ടീനിൽ നമ്മൾ ഡബിൾ ക്ലെൻസിങ്ങും അതോടൊപ്പം തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്ത് നല്ല രീതിക്ക് വാഷ് ഓഫ് ചെയ്യുക. പിന്നെ നമ്മുടെ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്തു പോവുക. അതായത്
ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ, ദെൻ നൈറ്റ് ക്രീം. ഈ ഒരു റുട്ടീൻ ഫോളോ അപ്പ് ചെയ്തു പോവുക. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർ വേയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല മാജിക്കലായിട്ടുള്ള റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ നമുക്ക് വിസിബിൾ ആവും. അപ്പോൾ ഈ തെറ്റുകളൊക്കെ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാക്സിമം എന്താ പറയുക വരുത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.